നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അതിർത്തികളും ഭാഷയും സംസ്കാരവും എല്ലാം മാറ്റി നിർത്തി സക്താഷ്ടമി ദിനത്തിൽ ശൂരസംഹാരം നടത്തപ്പെടുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് തിരുവണ്ണൂരിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. തമിഴ്നാട്ടിൽ ശൂരൻ പോര് എന്ന പേരിൽ ആചരിച്ചിരുന്ന ആഘോഷം ഈ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്താറുണ്ടെങ്കിലും ഏറെ മാറി കോഴിക്കോട് നഗരത്തിന്റെ മധ്യത്തിൽ അതിന്റെ എല്ലാ പ്രൗഢിയോടെയും ആവേശത്തോടെയും നടത്തുന്നു. ജാതിമത ഭേദമന്യേ ഒരു നാട് മുഴുവൻ കൊണ്ടാടുന്ന ഉത്സവമാണ് ശൂരമ്പട എന്നറിയപ്പെടുന്ന ശൂരസംഹാരം. തിന്മയുടെ മേൽ നന്മ വിജയിച്ചതിന്റെ ഉത്സവമായും ആഘോഷത്തെ കാണുന്നു. തുലാമാസത്തിലെ സക്താഷ്ടമി ദിനത്തിൽ നടക്കുന്ന ശൂരസംഹാരം ചടങ്ങുകൾ നാടിന്റെ തനത് ആഘോഷവുമാണ്. കേരളത്തിലെ തിരുച്ചെത്തൂർ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ശൂരസംഹാര ഐതിഹ്യം: ത്രിമൂർത്തികളിൽ നിന്നും നേടിയെടുത്ത വരങ്ങളുടെ പിൻബലത്തിൽ 3 ലോകവും അടക്കി വാണിരുന്ന അസുര രാജാവായിരുന്നു ശൂരപത്മൻ. സൂര്യപത്മാസുരന്റെ ദുർഭരണത്താൽ പൊറുതിമുട്ടിയ ദേവന്മാർ ഭഗവാൻ പരമശിവനെ കണ്ട് സങ്കടമുണർത്തിച്ചു. ദുഷ്ടന്മാരായ ശൂരതാരക സഹോദരന്മാരെ നിഗ്രഹിക്കുവാനാണ് പാർവതി പരമേശ്വര പുത്രനായ സുബ്രഹ്മണ്യൻ ജനിച്ചത്. തന്റെ അവതാര ഉദ്ദേശം പൂർത്തീകരിക്കുന്നതിനായി ബാലസുബ്രഹ്മണ്യൻ ജ്യേഷ്ഠനായ ഗണപതിയുടെയും സേനാനായകനായ വീരബാഹുവിൻ്റെയും സഹായത്തോടെ ശൂരപത്മാസുരനെ പോരിന് വിളിക്കുന്നു. തുടർന്ന് ഘോരമായ ദേവാസുര യുദ്ധം നടക്കുന്നു. ഭഗവാൻ തന്റെ ആയുധമായ ശക്തിവേലുകൊണ്ട് ശൂരതാരക സഹോദരന്മാരെ നിഗ്രഹിച്ചു. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് ശൂരസംഹാര ചടങ്ങുകൾ നടത്തുന്നത്. കോവിൽ വന്ന വഴി: പണ്ട് തിരുവണ്ണൂരിൽ സാമൂതിരി രാജകുടുംബത്തിലെ മഞ്ചൽ ചുമക്കുവാൻ വേണ്ടി തമിഴ് വംശജരായ പോണ്ടന്മാർ എന്ന ഒരു സമുദായക്കാർ താമസിച്ചിരുന്നു. ഇവരാണ് ക്ഷേത്രവും ഈ ആചാരവും തുടങ്ങിയതെന്നാണ് വിശ്വാസം. ഈ തമിഴ് പാരമ്പര്യത്തോടെ മലയാളികൾ നടത്തുന്നതാണ് ഉത്സവം. ഇന്ന് തിരുവണ്ണൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം നിൽക്കുന്നിടത്ത് അവരുടെ ഇഷ്ടദേവനായ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിച്ചിരുന്നു. പിന്നീട് അവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം രൂപപ്പെടുകയും തമിഴ് പാരമ്പര്യത്തിൽ ശൂരൻ പോര് എന്നറിയപ്പെടുന്ന ശൂരസംഹാരം തിരുവണ്ണൂരിൽ ശൂരമ്പട എന്ന പേരിലും ആചരിക്കപ്പെട്ടു പോന്നു. 18 പുരാണങ്ങളിൽ ഏറ്റവും വലുതായ സ്കന്ദപുരാണത്തിൽ പരാമർശിക്കുന്ന ഇതിവൃത്തമാണ് ഈ ഉത്സവത്തിന് ആധാരം. ഈ പ്രദേശത്തുള്ളവർ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നല്ല, കോവിൽ എന്നാണ് വിളിച്ചു പോരുന്നത്. തമിഴ് സ്വാധീനം വ്യക്തമാണ്. ചടങ്ങുകൾ: അസുര നിഗ്രഹത്തിനായി യുദ്ധം ചെയ്യാൻ പോകുന്നതിന് മുൻപ് സുബ്രഹ്മണ്യ സ്വാമി തന്റെ മാതാപിതാക്കളെ വന്ദിക്കുകയും അനുവാദം വാങ്ങാൻ പോകുന്നുവെന്ന സങ്കല്പത്തിൽ തിരുവണ്ണൂർ മഹാദേവ ക്ഷേത്രത്തിലും പന്നിയങ്കര ദേവി ക്ഷേത്രത്തിലും രഥഘോഷയാത്രയായി പോയ ശേഷമാണ് ശൂരൻ പോരിന്റെ വേദിയായ ആൽത്തറയിലെത്തുന്നത്. താരകാസുരൻ, ശൂരപത്മാസുരൻ, വീരബാഹു എന്നിവരുടെ കൂറ്റൻ കോലങ്ങളുള്ള കൈവണ്ടികളും ഗണപതി ഭഗവാന്റെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും രഥങ്ങളും ആൽത്തറയ്ക്ക് ചുറ്റും യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കും. വലിയ ചക്രങ്ങളുള്ള കൈവണ്ടി റോഡിലൂടെ പടവെട്ടുകയും ചെണ്ടയുടെയും ആളുകളുടെയും ആരവം ഉയരുമ്പോൾ അവിടെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധമുള്ള അന്തരീക്ഷമാകും. ഈ ചടങ്ങുകൾ അതിൻ്റെ തനിമയോടെയും പ്രൗഢഗംഭീരമായും നടത്തിവരുന്നത് തിരുവണ്ണൂരിലെ ജനങ്ങളാണ്. തമിഴ് സംസ്കാരത്തെ മലയാളികൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്നതിൻ്റെ അപൂർവ കാഴ്ചയാണ് തിരുവണ്ണൂരിൽ അരങ്ങേറുന്നത്. ചടങ്ങു കാണാനും അനുഗ്രഹം നേടാനുമായി ഉത്സവ ദിവസം സമീപ സ്ഥലങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് ഭക്തർ എത്താറുണ്ട്.